നമസ്കാരം. കഥാജാലകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പുളിമരത്തണൽ എന്നൊരു കൊച്ചു പുസ്തകമാണ്. 2016 ഇൻസൈറ്റ് പബ്ലിക്ക പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ രചയിതാവ് ജൂലി വോട്ട് എന്ന ഞാൻ തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കുട്ടിക്കാല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്ന കുറേയധികം അനുഭവങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഓർമ്മകളും നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും ജീവിക്കാൻ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നല്ല നല്ല ഓർമ്മകളും നമ്മുടെ തിക്താനുഭവങ്ങളും എല്ലാം നമ്മളിങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഊർജമാണ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിലേക്ക് നയിക്കുക. ചില നല്ല ഓർമ്മകൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം ചില തിക്താനുഭവങ്ങൾ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ജീവിതത്തോട് നമുക്ക് തോന്നുന്ന ഒരു പൊരുതൽ, അങ്ങനെ കുറെ നല്ല അനുഭവങ്ങളെല്ലാം ചേർത്ത് വെച്ച കൊച്ചു സമാഹാരമാണ് പുളിമരത്തണൽ. ഇതിന്റെ തലക്കെട്ടിൽ പറയുന്ന പോലെ പുളിമരത്തണലിൽ തന്നെയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം. ആ ഓർമ്മകളിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ടാവും. ഈ പുളിമരത്തണലിലെ പുളി അതിലെ മധുരം നുണഞ്ഞും പുളി ആസ്വദിച്ചും അതിലെ ആ ഒരു മരത്തിൽ ഉണ്ടായിരുന്ന ജീവികളോട് സംസാരിച്ചും കൂട്ടുകാരോടൊപ്പം കളിച്ചും എല്ലാം നല്ല നല്ല ഓർമ്മകൾ. എന്നാൽ ആ പുളിമരം നഷ്ടപ്പെട്ടപ്പോൾ ആ പുളിമരം എൻ്റെ ജീവിതത്തിലെ എത്ര സ്ഥാനമുണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. എനിക്ക് ഏറ്റവും വേദനാജനകമായിരുന്നു അത് മുറിച്ച് കഷ്ണമാക്കപ്പെട്ടപ്പോൾ. എന്നിട്ട് അതിനെ വെറും കനലായി, അതായത് വിലയുള്ള കനലായി അതിനെ ആ വീട്ടുകാര് വിറ്റപ്പോൾ ആ പുളിമരത്തണൽ പിന്നെ ആ പുളിമരം പിന്നെ ഞങ്ങൾക്ക് തണലേകാനായിട്ടുണ്ടായില്ല എന്നത് ഇപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ്. പിന്നീട് ഉപബോധ മനസ്സിൽ കിടന്നിരുന്ന ആ വേദന വീണ്ടും ഉണർന്നത് എനിക്ക് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോഴാണ്. വലിയൊരു തണലാണ് അവിടെ ഞങ്ങൾക്ക് വീണ്ടും നഷ്ടമായത്. ആ ഒരു തണല് എത്രത്തോളം ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് ആ ഒരു തണൽ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പം ഈ പുളിമര തണലും എന്നെ ജീവിതത്തിൽ എന്നും സ്നേഹത്തോടെ ചേർത്ത് വെച്ച സ്വന്തം പിതാവ് നഷ്ടപ്പെട്ടപ്പോഴുള്ള വേദനകൾ, പിന്നീട് അവർ നമുക്ക് നൽകിയ സന്തോഷകരമായ ഓർമ്മകളും പാഠങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാനും വിജയിക്കാനും ഒക്കെ പ്രേരിപ്പിച്ചത് ഇത്തരം നനുത്ത ഓർമ്മകൾ തന്നെയാണ്. ഈ ഒരു പുസ്തകത്തിന്റെ എഴുത്തിന്റെ വഴിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് എൻ്റെ പ്രിയ സുഹൃത്തും എഴുത്തുകാരിയുമായ ശ്രീമതി ലെൻസി ആന്റണി എന്ന ഒരു അധ്യാപികയും, അതുപോലെ തന്നെ നാലപ്പാടൻ പത്മനാഭൻ എന്ന പ്രഗത്ഭനായ എഴുത്തുകാരനും ഇതിന്റെ അവതാരിക എഴുതി തരികയും വേണ്ട നിർദ്ദേശങ്ങൾ തരികയൊക്കെ ചെയ്തത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ അനശ്വരനായ കഥാകാരൻ ശ്രീ UA ഖാദറുമാണ്. വായനാ ലോകത്തിന് വീണ്ടും സമർപ്പിക്കുകയാണ് പുളിമരത്തണലിൽ എന്ന ഈ ഒരു കൊച്ചു കഥാസമാഹാരം. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.